അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ ഒരു ചെറിയൊരു ബാലനോ ചെറുപ്പക്കാരനോ മടവൂർ ഷെയ്ഖിനെ കുറിച്ച് എന്തെല്ലാം പാടുന്നുണ്ടല്ലോ, എന്തെല്ലാം പാട്ടെന്ന് മനസ്സിലാവുന്നില്ല. ലെവൽ ഉണ്ടായിട്ട് പാടാണോ, ലെവൽ തെറ്റുപാടാണോ, എന്തെല്ലാം അർത്ഥമൊത്ത ഒരുപാട് പാട്ടുകൾ പാടുന്നു. നമ്മുടെ റബ്ബ് മടവൂരാണ്, മടവൂർ അല്ലാതല്ല, ആണ് അല്ല എന്ന് പറയാൻ പാടില്ല, മടവൂർ തന്നെയെന്ന് പറയണം. അങ്ങനെ എന്തെല്ലാം കോപ്രാട്ടിത്തരം ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ട്. അദ്ദേഹത്തിന് നാടെവിടെ, ആരാണ് മനുഷ്യനെന്ന് അറിഞ്ഞില്ല. എന്തെല്ലാം ജീവികൾ അള്ളാഹു തആല ഭൂമി ലോകത്ത് പടച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഔലിയാക്കന്മാരെ കുറിച്ച് മടവൂർ ഷെയ്ഖ് എന്ന് പറയുന്നത് വലിയൊരു മഹാനല്ലേ. ആ മഹാനെ കുറിച്ച് ഇങ്ങനെയുള്ള എന്തെല്ലാം കുഫ്രിയത്ത് ചേർത്ത് പാടുന്നത് മഹാനവർക്ക് ഇഷ്ടമാകുമോ? ഇവൻ ഇങ്ങനെ പാടിയിട്ടുണ്ടാക്കിയിട്ടത് മൂപ്പരെ മധു പാടലാണോ അല്ലെ മൂപ്പരെ താഴ്ത്തലാണോ എന്ന് മനസ്സിലാകുന്നില്ല. മൊത്തത്തിൽ ലെവലില്ലാതെ ലെവൽ തെറ്റി പാടുകയാണ് എന്നാണ് എല്ലാവരും കരുതിയത്. അല്ലെങ്കിൽ ഞാൻ പാടില്ല. അവര് കമ്മീഷിട്ടിൽ തന്നെ ഒരു കറുത്ത കമ്മീഷിട്ടിട്ട് ഒരു തലപ്പാഹം ഇങ്ങനെ ഉണ്ട് കെട്ടിവെച്ച് എന്ത് പാട്ട് അല്ലാഹു തആല അറിയാം. ലെവലില്ല എന്നേ പറയാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പാട്ടെല്ലാം പാടുമോ? മടവൂർ ഷെയ്ഖിനെ കുറിച്ച് അങ്ങനെ ഇലാഹാണ്, അത് നിയന്ത്രിക്കുന്ന ആളാണ്, ഇത് നിയന്ത്രിക്കുന്ന ആളാണ്. മടവൂർ ഷെയ്ഖ് നല്ല ആളാണ്, വലിയ മഹാനാണ്, അത് എല്ലാവരും അംഗീകരിച്ചതാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പാട്ടെല്ലാം ഒത്തുകൊടുക്കാൻ ഒരിക്കലും കഴിയില്ലല്ലോ. അതെല്ലാം തമ്മാടിത്തരമാണ്. പക്ഷെ ഒരിക്കലും നാം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായ ആളുകൾ അങ്ങനെയുള്ളത് ഒന്നിനും നാം കൂട്ടുനിന്നിട്ടില്ല, കൂട്ടുനിൽക്കുന്നുമില്ല. ഇനി ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും വിഷയത്തിന്റെ പേരിൽ അങ്ങനെ കൂട്ടുനിൽക്കുന്നു, നാമും അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനെ ഈ ചില സലഫികൾ അത് സുന്നികളുടെ പേരിൽ കെട്ടിവെക്കുന്നതും അവർക്കും ഭൂഷണമല്ല. അങ്ങനെ എന്തെല്ലാം ലഭ്യമില്ലാത്ത ആളുകൾ ദുനിയാവിൽ എത്രയോ ഉണ്ടല്ലോ. നാം എന്ത് ചെയ്യാനാ? അതിനെ അത്ര കരുതിയാൽ മതി. മടവൂർ ഷെയ്ഖ് വലിയ മഹാനാണ്, വലിയാണ്, അല്ലാഹു തആലയെ അറിഞ്ഞ വലിയ ആരിഫായ ആളാണ്. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇച്ചങ്ങായി പാടുന്ന മോഡലിലുള്ള പാട്ടുകളെല്ലാം അതൊരിക്കലുമില്ല. അതിനെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ടതാണ്.